വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആണോ അല്ലേ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. വേറൊന്നുമല്ല, ഞാൻ എണീറ്റതേ ഉള്ളൂ. ഞായറാഴ്ച ആവുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. കുറച്ച് ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത ദിവസങ്ങൾ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആവുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീറ്റു. 10:30 കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുവാണ്. പാല് വെളിയിൽ കൊണ്ടുവയ്ക്കുന്നത് 6 മണിക്കാണ്. അപ്പോഴത്തേക്ക് അതെടുക്കാൻ ലേറ്റായി. ഇനി അത് പിരിഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല. ഇനി അതെടുത്തൊന്ന് കാച്ചി നോക്കണം. വേറൊന്നും ചെയ്തില്ല, എണീറ്റതേ ഉള്ളൂ. പല്ല് വയ്ക്കണം. അപ്പോൾ നമുക്ക് പാല് കാച്ചാൻ വെച്ചിട്ട് പല്ല് വയ്ക്കാം. ടിവിയെ പുറത്ത് തുറന്നു വിട്ടേക്കാണേ. ബാക്കിൽ ഞാൻ ഓറിയനെ കൊണ്ടാക്കി. എന്തൊക്കെയാണ് നോക്കാം. വീട് അലങ്കോലാണ്, കാരണം ഇന്ന് ഞായറാഴ്ച ആവുകൊണ്ട് ശനിയാഴ്ച ഒന്നും ചെയ്യാതെയാണ് കിടക്കാറ്. അപ്പോൾ റെസ്റ്റിംഗ് ഡേ ആണ് ശനിയാഴ്ച. അങ്ങനെ പോയി പാലെടുത്തിട്ട് വരാം. കയറി വരാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് ഡോറിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഇരുന്നും നിറങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞു കാല് വെച്ച്. ഇത് ശുണ്ട്രിമണിയാണ്. അങ്ങനെ ഞാൻ പാല് എടുത്തിട്ട് വന്നതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ആയിട്ടോ ശ്രദ്ധിച്ചത്, എന്നെ കാണാൻ മറ്റേ ബാസന്തിയെ പോലെ ഇരിക്കുന്നെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ കിച്ചണിൽ പോയി പാലൊന്ന് തിളപ്പിച്ച് നോക്കി. കാരണം ഇനിയിപ്പം 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് ചീത്തായി പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഫുൾ തിളപ്പിച്ച് നോക്കി. അപ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ബാക്കി തിരിച്ച് ഫ്ലാസ്കിലോട്ട് തന്നെ ഒഴിച്ച് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവന് ലൈറ്റായിട്ടൊരു ചായ ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ മധുരം കഴിക്കത്തില്ല, അതുകൊണ്ട് മധുരം ഇല്ല, അതൊരു ചായ ഇട്ട് കൊടുത്തു. ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ചായ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടർമറിക് മിൽക്കാണ് കേട്ടോ കുടിക്കുന്നത്. ഒന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി ഞാൻ ഇപ്പോൾ ടർമറിക് മിൽക്ക് കുടിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടും എന്ന് ഒക്കെ കുറേ വീഡിയോസിലൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു ടർമറിക് മിൽക്ക് എന്നും ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുടിക്കും കേട്ടോ. അപ്പോൾ അവനും വന്നു. അവൻ വന്നിട്ട് ചായ കുടിക്കാൻ എടുത്തിട്ട് പോയി. അവൻ വന്നിട്ട് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. നമ്മൾ ഞായറാഴ്ചയൊക്കെ കുറേ നേരം നിന്നിങ്ങനെ കിച്ചണിലൊക്കെ നിന്ന് കഥ പറയും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹാളിൽ വന്നിരുന്ന് പാലൊക്കെ കുടിക്കട്ടെ. എനിക്ക് എത്ര ടൈമില്ലെങ്കിലും ഞാൻ മാക്സിമം ഇപ്പോൾ ചായ ആയാലും കോഫി ആയാലും എന്തെങ്കിലും ജ്യൂസായാലും ഷേക്കായാലും എന്താണോ രാവിലെ കുടിക്കുന്നത് അത് കുറച്ച് റിലാക്സ് ചെയ്തിരുന്ന് കുടിക്കാൻ നോക്കാറുണ്ട്. എല്ലാ ദിവസവും നടക്കുകയൊന്നുമില്ല, ഞാൻ വന്നിരുന്ന് കുടിക്കാറുണ്ട്. പിന്നെ കോളേജുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ നടക്കും, ചില ദിവസങ്ങൾ അത് നടക്കത്തില്ല. കാരണം ഞാൻ 7 മണിക്ക് എണീറ്റിട്ടായിരിക്കും 8 മണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം എല്ലാം കൂടി ചിലപടിയെ കഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒന്നിനും സമയം തികയത്തില്ല. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്നു. എന്നിട്ട് അവർക്കുള്ള കിവിക്കും ഓറിയയ്ക്കുമുള്ള ദോശയാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്ക് രാവിലെ ഗോതമ്പ് ദോശയും പാലുമാണ് കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള സാധനം കേട്ടോ മാവ് ഇഡലി, അവന് ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഈ സമയം അവർക്ക് ഓരോരുത്തർക്കും 3 ദോശ വെച്ച് കൊടുക്കും. 3 ദോശ ഓറിയയ്ക്കും 3 ദോശ കിവിക്കും കൊടുക്കും. ഓറിയോ അങ്ങനെ ഫുഡ് കഴിപ്പ് കുറവായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അവൾ കഴിക്കുന്ന കാണാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതേസമയം നമ്മുടെ കിവി നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കുറച്ച്. അങ്ങനെ ഞാൻ ഇഡലിക്കുള്ള എല്ലാം വെച്ചതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സാമ്പാറൊന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. എനിക്ക് സാമ്പാർ എങ്ങനെയൊക്കെ വെച്ചാലും തൃപ്തിയാവാറില്ല. കാരണം അമ്മയും ടിന്നൊക്കെ നന്നായിട്ട് സാമ്പാർ വയ്ക്കും. അപ്പോൾ അവർ വയ്ക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ടേസ്റ്റും തോന്നാറില്ല. പ്രത്യേകിച്ച് കിള്ളി സാമ്പാർ എന്നും പറഞ്ഞ ഒരു സാമ്പാർ വയ്ക്കും, ഭയങ്കര ടേസ്റ്റാണ്. വെച്ചാൽ നന്നായിട്ട് ആ സാമ്പാർ ഒരു ഇഡലിയും ആ പാത്രം നിറയെ സാമ്പാർ എടുത്ത് കഴിക്കും. അമ്മ അതിൽ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റ്. ഇപ്പോഴും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എത്ര സാമ്പാർ വെച്ചാലും എനിക്ക് ഒട്ടും അങ്ങോട്ട് ഓക്കെ ആവാറില്ല. അപ്പോൾ അവന് കുഴപ്പമില്ല കേട്ടോ, അവന് ഇഷ്ടമാണ് സാമ്പാർ വയ്ക്കുന്നതും, അവനിഷ്ടമാണ് സാമ്പാറൊക്കെ. പക്ഷേ എനിക്ക് അത് നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവാറില്ലല്ലോ. നമ്മളെ പാരൻസ് വെച്ചിരുന്ന അത്ര ടേസ്റ്റ് തോന്നാറില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനത് കാസറോളിലോട്ട് ആക്കുകയാണ് കേട്ടോ. നമ്മളതൊരു കുഞ്ഞ് കാസറോളാണ്. കുഞ്ഞെന്ന് വെച്ചാൽ
എനിക്ക് അവനുള്ള ഫുഡ് മാത്രമേ അതിനകത്ത് നിൽക്കൂ. വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത് നിൽക്കത്തില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിൽക്കത്തില്ല. അത്രയും കുഞ്ഞ് കാസ്ട്രോളാണ്. കാരണം ഞാനും അവനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ ആ കാസ്ട്രോൾ മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സാധനം വയ്ക്കാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു വലിയ കാസറോൾ വയ്ക്കണം. ഒരു ഒരു 5-6 പേര് കൂടുതൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന അത്രയും വലിയ കാസറോൾ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതൊക്കെ വെറുതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കിവിക്കും ഓരോയ്ക്കുമുള്ള ദോശയൊന്ന് പിച്ചിടുകയാണ് കേട്ടോ. പിച്ചിട്ട ആ ടൈമിൽ അവൻ ഒന്ന് പുറത്ത് പോയിട്ട് വന്നായിരുന്നു. അവനെ കായം മേടിക്കാൻ പറഞ്ഞു കേട്ടു. ഞാൻ ഇതുവരെ കട്ടക്കായം യൂസ് ചെയ്തിട്ടില്ല, ഞാൻ പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവൻ പോയി കട്ടക്കായം മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ വീട്ടിലായാലും പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അവൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കട്ടക്കായം യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഈ കായത്തിൻ്റെ മണം കിട്ടുന്നില്ല. കട്ടക്കായം ഭയങ്കര മണമാണെന്ന് എല്ലാവരും പറയും. എനിക്കെൻ്റെ മണം ഒട്ടും കിട്ടുന്നില്ല. അതാണ് ഞാൻ വീണ്ടും മണപ്പിച്ച് നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിച്ചാത്തിരുത്തിച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ട് അതൊന്നും കട്ടാവുന്നതൊന്നുമില്ല. പിന്നെ ഞാൻ അത് വന്ന ആ കവറിൽ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ വെട്ട് കത്തിയില്ലേ, അത് വെച്ചൊന്ന് തട്ടി പൊട്ടിച്ചു. എന്നിട്ട് അതിനകത്ത് അതുപോലെ തന്നെ ഇട്ടു. എനിക്കറിയത്തില്ല അങ്ങനെയാണോ ഇടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. 3 വിസിലടുപ്പിച്ച് പരിപ്പ് വേവിച്ചതിന് ശേഷം അതിലോട്ട് എല്ലാ പച്ചക്കറിയും ഒന്നിച്ചിട്ട് വിസിലടുപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെതെല്ലാം ഉടായ്പ പരിപാടികളാണ്. ഞാൻ പെട്ടെന്ന് പണി കഴിപ്പിക്കാൻ വേണ്ടി ഉടായ്പകൾ കാണിക്കും. പിന്നെ ഞാനും അവനും മാത്രമുള്ളപ്പോഴത്തേക്ക് പിന്നെ വലിയ സീനൊന്നുമില്ല. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ചിട്ട് വിസിലേൽപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അതിൽ തന്നെ ഇട്ട് ഞാൻ വിസിലടുപ്പിക്കും. ഇതൊക്കെ എൻ്റെ തട്ടിക്കൂട്ട് ഫുഡാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ളതിൽ PhD എടുത്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് എല്ലാ തട്ടിക്കൂട്ട് പരിപാടികളും എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാറിനുള്ള എല്ലാം കുക്കറിലാക്കിയിട്ട് കുക്കർ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴും എനിക്ക് ഡൗട്ടാണ്, ഈ കട്ടക്കായത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമോ, ഇനിയിപ്പോൾ കട്ടയായിട്ട് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങുമെന്നൊക്കെ. നമ്മുടെ വിസിലൊക്കെ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ കായം അടിയിലിങ്ങനെ സെറ്റിൽ ഡൗൺ ആയി കിടന്നു. അതായത് അടിയിൽ കിടന്നു, അത് അലിഞ്ഞില്ലായിരുന്നു. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറേ ഞാൻ ഇളക്കിയൊക്കെ ചെയ്തിട്ടും അത് അലിഞ്ഞില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കിവിക്കും ഓരോയ്ക്കുള്ള ഫുഡ് ആക്കുകയാണ് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാലിന് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ അവർക്ക് ഡൈല്യൂട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് പാലത്ര നല്ലതല്ല എന്ന് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വിസിലൊക്കെ പോയി നമ്മൾ സാമ്പാർ ഓൺ ദി സ്പോട്ട് തന്നെ കടുവറുത്തു. വറ്റൽമുളകും കടുകും കറിവേപ്പിലയിട്ട് കടുവറുത്തതിന് ശേഷം സാമ്പാർ അതിനകത്തോട്ട് വേവിച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പും ഇട്ടു, നമ്മുടെ എൻ്റെ പേര് മല്ലിയിലയിട്ട് എടുത്തു. ഇതാണ് എൻ്റെ സാമ്പാർ. ഭയങ്കര ഈസി ആയിട്ട് സാമ്പാർ വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി സാമ്പാർ എല്ലാം കൊണ്ടുവന്ന് ഹാളിൽ വെച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ട അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നോക്കി വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ കാലെടുത്തതായിട്ട് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ നമ്മൾ കഴിക്കായിരുന്നു. കഴിക്കാൻ എനിക്ക് എപ്പോഴും കഴിക്കണമെങ്കിൽ എന്തെങ്കിലും സിനിമയോ അങ്ങനെ എന്തെങ്കിലും കാണണം. ഇപ്പോഴാണ് സിനിമ കാണുന്നത് പഴയ സിനിമകളിലെ പഴയ മുകേഷിൻ്റെയും ജയറാമിൻ്റെയൊക്കെ സിനിമകൾ തേടി പിടിച്ചിപ്പോൾ കാണുന്നൊരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവമുണ്ടോ? പണ്ടത്തെ സിനിമകൾ വീണ്ടും എടുത്ത് വെച്ച് കാണുന്നത്. അതായത് കണ്ട സിനിമ വീണ്ടും കാണത്തില്ല, പക്ഷേ ഒരു ജോണർ ഓഫ് ഫിലിം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ജോണർ തന്നെ വീണ്ടും തേടിപ്പോയി കാണും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നു കേട്ടോ. ഞാൻ ആണ് ഇന്ന് ലേറ്റായിട്ട് നേരത്തെ എണീറ്റത്. അവൻ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിടണം എന്ന് പറഞ്ഞതാണ്. അവൻ എണീറ്റ് കിവിയെ കൊണ്ടുവന്ന് ബാക്കിലാക്കാനുള്ള കാര്യത്തിന് എന്തോ പോയപ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് വിരിക്കാതെ പോയി. പിന്നെ ഞാൻ വന്ന് റൂമിലെ ജനലൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തു.
ഇതിപ്പോൾ 2 ബെഡ്ഷീറ്റ് വിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും രണ്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ഒരെണ്ണം വിരിച്ചേക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുത്ത ബെഡ്ഷീറ്റും കൂടെ വിരിക്കും. കാരണം അവ നന്നായിട്ട് വിയർക്കും. എനിക്കാണെങ്കിൽ വിയർത്തിട്ട് ഈ ബെഡിൽ, അതായത് നമ്മുടെ മാട്രസിൽ വിയർപ്പാവോ, ആരെങ്കിലും വരുമ്പോഴത്തേക്ക് സ്മെല്ലടിക്കുമോ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ 2 ബെഡ്ഷീറ്റ് വിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ഹെയറിൽ ഓയിലൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെയർ ഓയിൽ ചെയ്യാൻ പോയ ടൈമിൽ അവൻ വന്നു. അപ്പോൾ അവനും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേടിക്കാതെ പ്യുവർ റോസ്മേരി വേടിച്ചാണ് കേട്ടോ ഞാൻ റോസ്മേരി വാട്ടർ ആക്കിയത്. അത് ഞാൻ അതങ്ങനെ മതി എന്നെനിക്ക് തോന്നി. അതായത് അത് യൂസ് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെ അത് ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി അരമനെ 4 സിനിമ കാണാൻ പോയി. അത് നമ്മളവിടെ വീട്ടിൽ ഇട്ട് കണ്ടു അരമനെ 4. അത് കണ്ട് ഉറങ്ങിപ്പോയി. കാരണം കുറേയൊക്കെ ബോറാട്ടോ, നല്ല ക്ലീഷേ സീൻസൊക്കെ ഉണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഉറങ്ങി എണീറ്റത് ഒരു 4:30-5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തൂത്തുവാരി തുടയ്ക്കണം. കാരണം ആ ഒരു വീക്ക് തൂത്തുവാരി തുടച്ചിട്ടേ ഇല്ല. തൂത്തുവാരും തുടച്ചിട്ടില്ല. കാരണം കോളേജിൽ പോയിട്ട് വരുന്ന ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് തൂത്തുവാരും തുടയ്ക്കുന്നത് വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ വണ്ടി കഴിവാണ്. എല്ലാ വണ്ടിയും കഴുകണമെന്നും പറഞ്ഞ് ഇറങ്ങിയവൻ 1.5-2 മണിക്കൂറിൽ കൂടുതൽ നിന്നപ്പോൾ അവൻ്റെ ബുള്ളറ്റ് മാത്രം കഴുകി. ഞാൻ വിചാരിച്ചത് വണ്ടികളെല്ലാം കഴുകുവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിടാ എനിക്ക് എൻ്റെ വണ്ടിയും കൂടെ ഒന്ന് കഴുകി വെക്കണം, എനിക്ക് നാളെ കോളേജിൽ പോകേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കഴുകാം എന്ന് പറഞ്ഞവൻ അവൻ്റെ ബുള്ളറ്റ് മാത്രം കഴുകിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വന്ന് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അങ്ങനെ ഒരുപാട് പാത്രമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ചായ ഇട്ട പാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം 7:30-8 മണിയാവാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കി. നമുക്ക് ഫിഷ് ഉണ്ടായിരുന്നു, ഫിഷും ഫ്രൈ ചെയ്ത് ദോശയും ഫിഷ് ഫ്രൈയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയെന്ന് കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് കോപ്പി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടെ രാത്രി കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരു 8:30-9 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോപ്പി എടുക്കാനായിട്ട് ഇറങ്ങി. അടുത്തായതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിലാണ് അതായത് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടാണ് പോയത്. അങ്ങനെ കോളേജിൽ കോപ്പി എടുക്കാൻ പോയതാണ്. അങ്ങ് കോപ്പി എടുത്തിട്ട് വന്നിട്ട് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഞാനങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന അങ്ങനെയൊന്നുമല്ല. എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് പഠിക്കും എന്നല്ലാണ്ട് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് പോവുക എന്ന് പറയുന്നത് എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. അത് പണ്ട് തൊട്ടേ ഇല്ല. ഞാൻ പണ്ട് തൊട്ടേ പഠിക്കുന്നത് എക്സാമിൻ്റെ തലേന്ന് 2 ദിവസം ഇരുന്ന് പഠിക്കും. അത് കുത്തിയിരുന്ന് പഠിക്കും കേട്ടോ. ചിലപ്പോൾ രാത്രി 1:30-2 മണി വരെയൊക്കെ പഠിച്ചതിന് ശേഷം 1-1.5 മണിക്കൂർ എണീറ്റിരുന്ന് പഠിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ടയേർഡായി. പിന്നെ പോയി കിടന്നുറങ്ങി.